മഴ തോരും മുമ്പേ എന്ന മനോഹരമായ പരമ്പരയിൽ ഉടൻ വരാൻ പോകുന്ന പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാൻലിയുടെ ബംഗ്ലാവിൽ ജോലിക്ക് നിന്ന ഓരോ മനുഷ്യരും തട്ടിപ്പുകാരായിരുന്നു. ആ തട്ടിപ്പുകൾ ഓരോന്നായി അലീന പിടികൂടുകയും തട്ടിപ്പ് നടത്തുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്ത വ്യക്തികൾക്ക് വളരെ കൃത്യമായി താക്കീത് നൽകുകയും ചെയ്തു. പക്ഷേ അതൊന്നും സ്റ്റാൻലി അറിയാതെയായിരുന്നു അലീന ചെയ്തത്. ഈ കള്ളത്തരമൊക്കെ വ്യത്യസ്തന്മാരെ പോലെ കൂടെ നിന്നിട്ട് ഇവർ ചെയ്തു എന്നുള്ളത് സ്റ്റാൻലി അറിഞ്ഞാൽ തീർച്ചയായും അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിക്കൂ എന്നുള്ളത് അലീനയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അലീന ഒരു കാര്യവും സ്റ്റാൻലിയെ അറിയിക്കാതിരുന്നത്. എന്നാൽ ഔതുകുട്ടിച്ചാൻ ഇതെല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടു. ഔതുകുട്ടിച്ചാനും അലീനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഒടുവിൽ ഔതുകുട്ടിച്ചാൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, മോളെ ലാലിച്ചനോട് പറയണ്ടേ അവന്മാരി കാണിച്ച തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ? വേണ്ട വല്യപ്പച്ച, നമുക്കൊരു തവണ അവരോട് ക്ഷമിക്കാം. മോളെ, ഇതൊക്കെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അവൻ ഇവരെ ഇത്രയും നാളും കരുതുകയും തീറ്റിപ്പോറ്റുകയും ചെയ്തതൊക്കെ വിശ്വസ്തന്മാരായിട്ട് കണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ അവൻ കാര്യമായി ഇതിനകത്തൊന്നും ശ്രദ്ധിക്കാൻ പോയിട്ടുമില്ല. പക്ഷെ കൂടെ വന്നിട്ട് ഈ പണി കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവൻ അറിയേണ്ട കാര്യം തന്നെയാണെന്ന് ആണ് എൻ്റെ പക്ഷം. അതിന് അലീന പറയുകയാണ്, അപ്പച്ച, തെറ്റ് ചെയ്തവർ മാത്രമല്ല കുറ്റക്കാർ, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതും കുറ്റമാണ്. ഭണ്ഡാരപ്പെട്ടി തുറന്നു വെച്ചാൽ ഭഗവാനും കൈയിട്ട് വരുമെന്നല്ലേ ചൊല്ല്. അലീനയുടെ ആ സംസാരം കേട്ടുകൊണ്ട് ഔതുകുട്ടിച്ചാൻ വിസ്മയത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് പറയാണ്, മോളെ, ലാലിച്ചൻ്റെ തോട്ടത്തിലും നല്ല വെട്ടിപ്പും നടന്നിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ തട്ടിപ്പും തരികടയും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അവിടെ. തീർച്ചയായിട്ടും. പക്ഷെ നമുക്കതും പിടിക്കാം. പക്ഷെ ഇപ്പം വേണ്ട, പതുക്കെ മതി. നമ്മൾ ആരെയും ശത്രുക്കളാക്കരുത് വല്യപ്പച്ച. അവരെ കൂടെ നമുക്ക് നമ്മുടെ കൂടെ ചേർക്കണം. ഔതുകുട്ടിച്ചാൻ വാത്സല്യത്തോടെ അലീനയുടെ മുമ്പിൽ തലയാട്ടി കേട്ടുകൊണ്ട് നിന്നു. പൗലൂസ് ഇതിനകം തന്നെ തൻ്റെ ബാഗെല്ലാം അടുക്കി സ്റ്റാൻലിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിരുന്നു. സ്റ്റാൻലി ആശ്ചര്യത്തോടെ പൗലൂസിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, കൊള്ളാമല്ലോ, ഞാൻ അത്രയും പറഞ്ഞതോടുകൂടി നീ പോകാനങ്ങ് തീരുമാനിച്ചോ? ഞാൻ അങ്ങനെ പോവില്ല മുതലാളി, വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം. അത് ശരി, ഇന്നലെ രാത്രി നിനക്ക് ബോധതയുണ്ടായതാണോ വീട്ടിലൊന്ന് പോയിട്ട് വരാമെന്ന്? പൗലൂസ് മറുപടിയൊന്നും പറയാതെ അല്പനിമിഷം മൗനമായി നിന്നു. എന്നിട്ട് വീണ്ടും പറയാണ്, എനിക്ക് ഒരു 5000 രൂപ കിട്ടിയിരുന്നാൽ കൊള്ളായിരുന്നു മുതലാളി. ഉടൻ തന്നെ സ്റ്റാൻലി 5000 രൂപ എടുത്ത് പൗലൂസിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പൗലൂസ് ബൈജുവിൻ്റെയും രായപ്പൻ്റെയും അടുത്തിരുന്നു. ബൈജു വളരെ ആകാംക്ഷയോട് ചോദിക്കുകയാണ്, മുതലാളി അറിഞ്ഞോ ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം? ഇല്ല, ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പൗലൂസ് ചേട്ടൻ പോയിട്ട് തിരികെ വരുമോ? പിന്നെ എൻ്റെ പട്ടി വരും. എൻ്റെ വില എന്താണെന്ന് അയാൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അല്ല, പൗലൂസ് ചേട്ടൻ മുതലാളിയുടെ അടുത്ത് പോവാമെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല, പോയിട്ട് വരാമെന്നേ പറഞ്ഞുള്ളൂ. പൗലൂസ് ചേട്ടൻ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ കാര്യം കഷ്ടം. കളഞ്ഞിട്ട് പോടാ ബൈജു. നിന്നെപ്പോലെ മിടുക്കനായ ഒരു ഡ്രൈവർക്ക് വേറെ എവിടെയാണ് ജോലി കിട്ടാത്തത്? അതുപോലെ തന്നെ രാജപ്പൻ ഈ പട്ടിയെ താലോലിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കിളയ്ക്കാൻ പോയാൽ ഡെയിലി 1000 രൂപ കിട്ടും. എന്തായാലും ഞാനിതാ പോകുന്നു. ഇനി നമ്മൾ തമ്മിൽ കണ്ടാലായി, കണ്ടില്ലേലായി. ഇത്രയും പറഞ്ഞിട്ട് പൗലോസ് കാലുകൾ നീട്ടിവെച്ച് നടന്നകന്നു. 4 മണി നേരം കഴിഞ്ഞു. പുറത്ത് വാഹനങ്ങളുടെ ഇരമ്പൽ കേട്ട് ഔതുകുട്ടിച്ചാൻ ജനൽക്കട്ടൻ വകഞ്ഞു നോക്കി. അലീന അപ്പോൾ ഇസ്തിരി ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് തുണികൾക്ക്. അലീന ചോദിക്കുന്നുണ്ട്, ആരെ വല്യപ്പച്ച അത്? ഔതുകുട്ടിച്ചാൻ അലീനെ കയ്യാട്ടി വിളിച്ചോണ്ട് പറയാണ്, കാണണമെങ്കിൽ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്നേ. വാ. അലീന പെട്ടെന്ന് ജനാലക്കരയിലേക്ക് ഓടിയെത്തി. അഴികൾക്കിടയിൽ കൂടി അവൾ കണ്ടു 3 കാറുകൾ, 2 ജീപ്പുകൾ, 1 ബൈക്ക്. മുറ്റത്ത് അവിടെയായി അവ നിന്നു. വാഹനങ്ങളുടെ ഡോർ തുറന്ന് ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങിയാണ്. ഒരു കാറിൽ നിന്നും ഒരു വൈദ്യനിറങ്ങി. അത് കണ്ട് ഔതുകുട്ടിച്ചാൻ പറയുകയാണ്, അത് അഞ്ചലിലെ വികാരിയച്ഛനാ. മറ്റ് 2 കാറിൽ വന്നിരിക്കുന്നത് രാഷ്ട്രീയക്കാരാ. റീത്താമ്മയും എൽസമ്മയും ആങ്ങളമാരും പിള്ളേരും എല്ലാം ഉണ്ടല്ലോ. ഏതാ വല്യപ്പച്ച ഈ എൽസമ്മ? അലീനയ്ക്ക് ആകാംക്ഷയായി. കാണിച്ചു തരാം, തൽക്കാലം നീ ഇവിടെ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണ്ട കേട്ടോ. 2 കൽപ്പിച്ച് അവിടെ വന്ന് തോന്നുന്നു. മുഖം നോക്കിയാൽ തന്നെ അറിയാം. ഔതുകുട്ടിച്ചാൻ മുറിയിൽ നിന്നും ഇടനാഴിലേക്ക് ഇറങ്ങി വാതിൽ ചേർത്തടച്ചു. അലീന ആ ജനൽക്കാൽ തന്നെ നിൽക്കുകയായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ക്രീം നിറത്തിലുള്ള വെള്ള സാരി ഉടുത്തൊരു മധ്യവയസ്ക മുറിയിലേക്ക് കയറി വരുന്നത് അവൾ കണ്ടു. അലീന ജനലയ്ക്ക് അടുത്താണെന്ന് അവർ അങ്ങിങ്ങ് നോക്കിക്കൊണ്ട് മുറിയുടെ മധ്യഭാഗത്തേക്ക് നടന്നു. അവരുടെ പിന്നാലെ 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അതിൽ ടാനിയെ അലീന തിരിച്ചറിഞ്ഞു. മറ്റേ പെൺകുട്ടി അലസമായി നഖം കടിച്ചുകൊണ്ട് ഒന്ന് വട്ടം തിരിഞ്ഞു. അലീന നിൽക്കുന്നത് കണ്ടതും അവളുടെ മുഖത്തെ ആഹ്ലാദം വിടർന്നു.
പെട്ടെന്ന് അലീനയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൾ പറയുകയാണ്, മമ്മി ദേ നിൽക്കുന്നു ആ ചേച്ചി. മധ്യവയസ്കയായ ആ സ്ത്രീ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. ആരും പരിചയപ്പെടുത്തിയില്ലെങ്കിലും അലീനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ ഭാര്യ എൽസമ്മ. തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീ. മറ്റേ 2 പെൺകുട്ടികൾ തൻ്റെ അനിയത്തിമാരാണ്. അലീന സാവധാനം എൽസമ്മയുടെ മുമ്പിലേക്ക് നടന്നു ചെന്നു. തുടർന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി ഒന്നും മന്ദഹസിച്ചു. എൽസമ്മ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. വേറെ ഏതോ ഓർമ്മയിലേക്ക് പെട്ടെന്ന് അവൾ വഴുതി വീണതുപോലെ അലീനയ്ക്ക് തോന്നി. അവരുടെ മുടി പലയിടങ്ങളിൽ നരച്ചിരുന്നു. കണ്ടലങ്ങളിൽ നിഴൽ വീണതുപോലെ ഇരുണ്ട് കിടക്കുന്നു. അവരുടെ നെറ്റിയിലും കവിളിലും നേർത്ത ചുളിവുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. തടിച്ചതോ മെലിഞ്ഞതോ അല്ലാത്തതും എന്നാൽ ക്ഷീണിതവുമായ ഒരു ശരീരപ്രകൃതം. യൗവനത്തിൽ അവർ സുന്ദരിയായിരുന്നെന്ന് അലീന ഊഹിച്ചു. അലീനയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന എൽസമ്മയോട് സോഫയിലേക്ക് വില ചൂണ്ടി അലീന പറയാണ്, അങ്ങോട്ടിരിക്കാമല്ലോ. പെട്ടെന്ന് ഒന്നും ഞെട്ടി ഉണർന്ന പോലെ എൽസമ്മ വീണ്ടും അലീനയെ നോക്കി. ഒരു മാത്ര നേരത്തേക്ക് അവരുടെ മുഖത്ത് വെറുപ്പും നിന്നയും ഇരമ്പിക്കയറി. പൊട്ടിത്തെറിക്കും പോലെ അവർ എന്തെങ്കിലും പറഞ്ഞേക്കുമെന്ന് അലീനയ്ക്ക് തോന്നി. പക്ഷേ അഗ്നിപർവ്വതത്തിൻ്റെ ജ്വാലാമുഖം പെട്ടെന്ന് അണഞ്ഞതുപോലെ അത് അപ്രത്യക്ഷമായി. അവരുടെ 2ാമത്തെ കുട്ടി സോഫയിലേക്ക് ചെന്ന് വീണു. അവൾ അതിൽ ചാരിക്കിടക്കുകയും എഴുന്നേറ്റ് ചമ്പരം പടഞ്ഞിരിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ മൃദുത്വം ആസ്വദിക്കുകയാണ്. അധികം വയ്യാതെ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് അവൾ കിടക്കയിലേക്ക് പോയി കിടന്നു. ഒരു വട്ടം കിടക്കയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുണ്ടു. അത് കണ്ടുകൊണ്ട് എൽസമ്മ ശബ്ദം ഉയർത്തി വിളിച്ചു, ടെൽസ. അപ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അമ്മയെ നോക്കി. അതിനിടയിൽ റീത്താമ്മയും പിന്നാലെ ഔതുകുടിച്ചാനും മുറിയിലേക്ക് വന്നു. റീത്താമ്മ അലീനയുടെ നേർക്ക് എരിയുന്നൊരു നോട്ടം നോക്കി. തുടർന്ന് റീത്താമ്മ എൽസമ്മയോട് പറഞ്ഞു, കണ്ടല്ലോ, മതി, വാ പോകാം. ഈ സമയത്ത് ടെൽസ തുമ്പിയെ പിടിക്കാൻ പോകുന്ന കൊച്ചുകുട്ടിയുടെ ഭാവത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങി നടക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു അലീന. അവൾക്ക് 17 വയസ്സ് തോന്നിച്ചു. പക്ഷേ അത്രത്തോളം മാനസിക വളർച്ചയില്ല എന്നുള്ളത് സ്പഷ്ടമായിരുന്നു. അവളുടെ വേഷധാരണം അശ്രദ്ധമായിരുന്നു. അവളുടെ മുഖം അലങ്കരിക്കപ്പെട്ടിരുന്നില്ല. എണ്ണമയമോ ചിട്ടയോ ഇല്ലാത്ത മുടി അലസമായി പാറിക്കിടന്നു. അവളുടെ കണ്ണുകളിൽ വെളിച്ചം കുറവായിരുന്നു. അലീന ഇത്തരം കുട്ടികളെ മുമ്പും കണ്ടിട്ടുണ്ട്. ടാനിയ മുറിയുടെ വാതിൽക്ക് തന്നെ നിൽപ്പുണ്ട്. റീത്താമ്മയും എൽസമ്മയും തിരികെ പോയപ്പോൾ ടെൽസയെ വിളിച്ചുകൊണ്ട് ടാനിയയും ഇടനാഴിയിലൂടെ ഇറങ്ങി. ഔതുകുട്ടിച്ചാൻ അലീനയുടെ അടുത്ത് വന്നിട്ട് ഒരു ചെറിയ ചിരിയോട് പറയുകയാണ്, ലാലിച്ചൻ്റെ ഭാര്യയാണത്. ആ, എനിക്ക് മനസ്സിലായി. മോൾ ശരിക്കും കണ്ടോ? ആ, കണ്ടു. സംസാരിച്ചോ? ഇല്ല. ഇവിടെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് മോളെ. MLAയും പഞ്ചായത്ത് പ്രസിഡൻറ്റും അഞ്ചലിലെ വികാരിയച്ഛനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എൽസമ്മയുടെ ബന്ധുക്കളും എല്ലാം കൂടി ഒരു 10-25 പേരുണ്ട്. ആഹാ, അത്രയും പേരുണ്ടോ? ഞാൻ ചായ എടുക്കാൻ വല്യപ്പച്ച എല്ലാവർക്കും. എന്തിന്? അവർ ലാലിച്ചനെ നിർത്തിപ്പൊരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അല്ല, ചായ കുടിക്കാൻ വന്നവരല്ല. നീയാണ് അവരുടെ മുഖ്യ ശത്രു. ലാലിച്ചനെയും അവൻ്റെ പട്ടികളെയും പേടിച്ചിട്ടാ. അല്ലായിരുന്നെങ്കിൽ നിന്നെ കൊല്ലാനും മടിയില്ലാത്തവരാ പുളിക്കൽ വീട്ടുകാർ. വല്യപ്പച്ച അങ്ങനൊന്നും പറയല്ലേ. എന്നോട് ദേഷ്യം കാണുമായിരിക്കും എന്ന് വെച്ച്. മോളെ, നിനക്കറിയാഞ്ഞിട്ടാ ചട്ടമ്പികളാ പുളിക്കക്കാർ. TV-യിൽ വെച്ച് ഒരു IAS-കാരിയെ നശിപ്പിച്ചോൻ ആ അച്ഛൻ കുഞ്ഞ് എന്ന് പറഞ്ഞവൻ. അലീന അമ്പരപ്പോടെ ഔതുകുട്ടിച്ചൻ്റെ മുഖത്തേക്ക് നോക്കി. വേണ്ട വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. മോൾ ഇവിടെ ഇരുന്നാൽ മതി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ലാലച്ചൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഔതുകുട്ടിച്ചൻ ഇത് പറഞ്ഞിട്ട് മുറിയിൽ നിന്നും ഇറങ്ങി വാതിൽ പുറമേ നിന്ന് അടച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആരോ ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിക്കുന്ന ക്ലിക്ക് ശബ്ദം കേട്ടുകൊണ്ട് അലീന വാതിൽ നേരെ സൂക്ഷിച്ചു നോക്കി. ഒരു സോപ്പ് പെട്ടി കിടക്കാവുന്നിടത്തോളം മാത്രം വിടവ്. വാതിലിനപ്പുറത്തേക്ക് ആരോ നിൽപ്പുണ്ട്. നല്ല ആകാംക്ഷയുടെ അലീന ചോദിക്കുകയാണ്, ആരാണത്? വാതിലിൻ്റെ വിടവ് കുറെ കൂടി വലുതായി. ഒരു ചിരിച്ച മുഖം. അത് ടെൽസയുടേതായിരുന്നു. അലീന കൈ കാട്ടി വിളിച്ചു. അവൾ അല്പം ശങ്കിച്ചു നിന്നു. പിന്നെ വാതിൽ അല്പം കൂടി തുറന്ന് നുഴഞ്ഞു കയറും പോലെ അകത്തേക്ക് കയറി. അവൾ അലീനയുടെ അടുത്തേക്ക് വന്നു. അലീന അവളെ അടിമുടി ഒന്ന് നോക്കിയിട്ട് ചോദിക്കുകയാണ്, മോളുടെ പേരെന്താണ്? ടെൽസ. സുഖമാണോ മോക്ക്? അത് ചോദിക്കുമ്പോൾ അലീനയുടെ കണ്ണ് നിറഞ്ഞു. ആ, സുഖ. അവൾ ടെൽസയുടെ തോളത്ത് സ്പർശിച്ചു. ടെൽസ ആശ്ചര്യത്തോടെ അലീനയെ നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, പപ്പായുടെ മോളാ? അലീന നിറമൊഴികളോട് തലയാട്ടി. അവൾ ടെൽസയുടെ ഇരു ചുമലുകളും കൈവച്ച് ചെവി മൂടിക്കിടന്ന മുടിയിഴകൾ പിന്നോട്ട് മാടി ഒതുക്കി. കവിളിണകളെ മെല്ലെ താലോലിച്ച് എൽസയ്ക്ക് ചിരി വന്നു. അവൾ അലീനയുടെ കൈത്തലം പിടിച്ചു നോക്കി. പനിയുണ്ടോ? ഇല്ലല്ലോ. എന്ത് പറ്റുമോളെ? ടെൽസ പഴയതുപോലെ അലീനയുടെ കൈത്തലം പിടിച്ച് തൻ്റെ കവിളിലേക്ക് ചേർത്ത് വെച്ചു. ചേച്ചിയുടെ കൈക്ക് നല്ല ചൂട്.
അലീനയ്ക്ക് അത് കേട്ടപ്പോൾ കരച്ചിൽ വന്നു. ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അവൾ ചേച്ചി എന്ന് വിളിച്ചത്. അത് അന്തരാത്മാവിൽ നിന്ന് വന്നതാണ്. അലീന മെല്ലെ അവളെ ആശ്ലേഷിച്ചു. അവളുടെ പുറത്തും ശിരസിലും ഒക്കെ അലീന തലോടി. അത് ഇഷ്ടമായതുപോലെ ടെൽസ അവളോട് കുറെ കൂടെ ചേർന്ന് നിന്നു. അലീന അവളുടെ മുഖം തൻ്റെ തോളിലേക്ക് അമർത്തി പിടിച്ചു. ടെൽസ മുഖം ഉയർത്തി അവളെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, എന്തിനാ ചേച്ചി കരയുന്നേ? ഒന്നുമില്ല. ഇത് പറഞ്ഞിട്ട് അലീന ടെൽസയുടെ നെറ്റിൽ ഉമ്മ വെച്ചു. അപ്പോൾ ടെൽസ ചോദിക്കുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ വരുമോ ചേച്ചി? വരും. ഇത് പറഞ്ഞപ്പോഴേക്കും അലീന തേങ്ങിപ്പോയി. റീതാമ്മയുടെ വിളി കോറിഡോറിലൂടെ ശക്തമായി മുഴങ്ങി. ഞെട്ടലോടുകൂടി ടെൽസ പിടഞ്ഞു മാറി. എന്നിട്ട് പറയുക, ആൻറ്റി വിളിക്കുന്നു, ഞാൻ വരാം ചേച്ചി. ഇത് പറഞ്ഞിട്ട് അവൾ വാതിൽ കടന്ന് പുറത്തേക്ക് ഓടി. പക്ഷെ റീതാമ്മ അവളെ ശകാരിക്കുന്നത് അവ്യക്തമായി അലീനയ്ക്ക് കേൾക്കാമായിരുന്നു. അലീന കിടക്കയിലൊക്കെ ഇരുന്നു. എത്ര ശ്രമിച്ചിട്ടും കരച്ചിൽ നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എല്ലാവർക്കും ഇരിക്കുവാനുള്ള ഒരു സ്ഥലം സ്റ്റാൻലിയുടെ ലിവിംഗ് റൂമിൽ ഉണ്ടായിരുന്നില്ല. അതിനാൽ സ്റ്റാൻലി അവരെ ഒരു ഹാളിലേക്ക് ആനയിച്ചു. 4 സോഫകളും കുറേയധികം കസേരകളും 4 ടീപ്പോ വലിയ വട്ടമേശ എല്ലാം ആ ഹാളിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് MLA തോമസ് പരുത്തിക്കാടൻ പറയുകയാണ്, അല്ല, ഞങ്ങൾ വന്ന് അറിഞ്ഞിട്ടും മിസ്റ്റർ സ്റ്റാൻലി പുറത്തേക്കിറങ്ങി വന്നില്ല. ഉടനെ തന്നെ സ്റ്റാൻലിയുടെ യാതൊരു ദാക്ഷിണ്യമില്ലാത്ത മറുപടി വന്നു, ഞങ്ങൾ സോൾജിയേഴ്സ് ശത്രുസൈന്യത്തെ അങ്ങനെ ഹാർദമായി സ്വീകരിക്കാറൊന്നുമില്ല. അത് കേട്ടുകൊണ്ട് തോമസ് പരുത്തിക്കാടൻ രാഷ്ട്രീയക്കാരുടെ പതിവ് ശൈലിയിൽ ഒന്ന് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് മറുപടിയായി പറയുകയാണ്, അപ്പോൾ ഞങ്ങൾ വെടിയുണ്ടകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്ന് സാരം. അത് ഗൗനിക്കാതെ സ്റ്റാൻലി എല്ലാവരോടുമായി പറയുകയാണ്, ഇരിക്കണം, എല്ലാവരും ഇരിക്കണം. തോമസ് പരുത്തിക്കാടൻ തൻ്റെ കൂടെയുള്ളവരെ സ്റ്റാൻലിക്ക് പരിചയപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗവും സാമൂഹ്യ പ്രവർത്തകയുമായ സാവിത്രി വിശ്വംഭരൻ, ഇടവക വികാരി ഫാദർ ജെയിംസ് പുത്തൻതറ, പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം മാത്യു തുടങ്ങിയവരായിരുന്നു പ്രമുഖർ. ഈ പറയപ്പെട്ട പലരെയും സ്റ്റാൻലിക്ക് മുന്നമേ അറിയാമെങ്കിലും ഒരു പരിചയപ്പെടുത്തലിന് വിധേയമായി അയാൾ നിന്നുകൊടുത്തു. ബാക്കിയുള്ളവർ റീതാമ്മയും എൽസമ്മയും അവരുടെ ബന്ധുജനങ്ങളും ആയിരുന്നു. റീതാമ്മയും എൽസമ്മയും കുട്ടികളും ഒരേ സോഫയിലാണോ ഇരുന്നത്. ടെൽസ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചെങ്കിലും ടാനിയ പിടിച്ചിരുത്തി. അതിനാൽ ടെൽസ ശബ്ദം താഴ്ത്തി ടാനിയോട് വഴക്കിടുകയും മാന്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തോമസ് പരുത്തിക്കാടൻ സ്റ്റാൻലിയോട് കുശലാന്വേഷണം നടത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ല സ്റ്റാൻലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ എന്ത് വിശേഷം? ബ്ലൂ ലേബൽ 2 ഇരിപ്പുണ്ട്. റമി മാർട്ടിൻ 1.5, ഹെന്നസി 3. ഇതെല്ലാം സിംഗപ്പൂരിൽ നിന്നും ഫ്രണ്ട്സ് കൊണ്ടുവരുന്നതാണ്. പഴയതുപോലെ എയർപോർട്ടിൽ നിന്നും കസ്റ്റംസിൽ നിന്നും ഒന്നും ഇപ്പോൾ സാധനങ്ങൾ കിട്ടുന്നില്ല. തോമസ് പരുത്തിക്കാടൻ ചമ്മലകറ്റുവാൻ വേണ്ടി വീണ്ടും പൊട്ടിച്ചിരിച്ചു. ചിരികൾക്കിടയിൽ തന്നെ വിളിച്ചു പറയുകയാണ്, ഈ സ്റ്റാൻലി ഒരു തമാശ പറഞ്ഞാൽ അത് തമാശയാണെന്ന് ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടത്തില്ല. അപ്പോൾ സാവിത്രി വിശ്വംഭരൻ തിരിക്കുകയാണ്, മിസ്റ്റർ സ്റ്റാൻലി തനിച്ചാണ് ഇവിടെ താമസം? അല്ലല്ല, എൻ്റെ കൂടെ വേറെയും മനുഷ്യരുണ്ട്, മൃഗങ്ങളും പക്ഷികളും ഒക്കെയുണ്ട്. ഭാര്യയും മക്കളും കൂടെയല്ലേ താമസം? ഉടൻ സ്റ്റാൻലി അവരുടെ മുഖത്തേക്ക് നോക്കി പറയാണ്, അറിഞ്ഞുകൊണ്ട് പരീക്ഷിക്കരുത്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, സ്റ്റാൻലിയുടെ കൂടെ എന്തുകൊണ്ടാണ് അവർ താമസിക്കാത്തത്? അത് എന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിക്കണം. ശരി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഭാര്യയുടെ മക്കളുടെ കൂടെ താമസിക്കാത്തത്? എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെയാണല്ലോ വേണ്ടത്. നീ എൻ്റെ ഭാര്യയുടെ ബന്ധുക്കളുടെ നിങ്ങളുടെ തലയിൽ കുത്തിവെച്ച കുറേ അസംബന്ധങ്ങളുമായി എന്നെ ചോദ്യം ചെയ്യാൻ വന്നേക്കരുത്. മിസ്റ്റർ സ്റ്റാൻലി, ഞാൻ നിങ്ങളുടെ മാന്യമായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം. നിങ്ങളെ ആരെയും ഇങ്ങോട്ട് ഞാൻ ക്ഷണിച്ചു വന്നവരല്ല. എന്നെ ആക്രമിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എന്ത് മാന്യ സംസാരം തുടങ്ങിയോ? അല്ല മിസ്റ്റർ സ്റ്റാൻലി, കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കണ്ടേ? അറിയാവുന്ന കാര്യങ്ങളെ സംസാരിക്കാവൂ. ഉപദേശിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കരുത്. ആശയം വളരെ വ്യക്തമാണ്. പിന്നീട് ഫാദർ ജെയിംസ് പുത്തച്ചറായാണ് സംസാരിച്ചത്. സ്റ്റാൻലിയുടെ ഭാര്യ എന്നെ സമീപിച്ചിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഫാദർ കാര്യം അങ്ങ് പറഞ്ഞാൽ മതി, വളച്ചു കെട്ടണ്ട. അതുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് കടക്കാൻ നോക്ക്. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഞങ്ങളിവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, സ്റ്റാൻലിയോടൊപ്പം ഇവിടെ ഒരു പെണ്ണ് താമസിക്കാനായിട്ട് അറിഞ്ഞു. അതേപ്പറ്റി സ്റ്റാൻലിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ചില പരാതികളും ആശങ്കകളും ഉണ്ട്. അതേപ്പറ്റി സംസാരിക്കാനാണ് വന്നത്. വെയിറ്റ് 1 മിനിറ്റ്. സ്റ്റാൻലി പരുത്തിക്കാരനെ തടഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഹാൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് അച്ഛൻ കുഞ്ഞ് എല്ലാവരുമായി വീണ്ടും പറയുകയാണ്, നമ്മൾ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് എന്നുള്ളത് മറന്നു പോകരുത്. ആ പെണ്ണിനെ ഒഴിവാക്കണം. പിന്നെ സ്വത്ത് ഇതിനകം വളരെ വ്യക്തമായി തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ.
തിരികെ വന്ന സ്റ്റാൻലിക്കൊപ്പം ഒരു പെൺകുട്ടിയെ കൂടി കണ്ടപ്പം ഹാളിലുണ്ടായിരുന്നവർ ആശ്ചര്യസ്തബ്ധരായിപ്പോയി. സ്റ്റാൻലി അവളെ എല്ലാവർക്കും കാണത്തക്കവണ്ണം ചുവരോട് ചേർന്ന് കിടന്ന മേശയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ആൾക്കൂട്ടത്തിന് മുമ്പിൽ വല്ലാത്ത പരിഭ്രമത്തിൽ കുതിർന്ന അലീന അങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് സ്റ്റാൻലി പറയുകയാണ്, ഇനി ചിലപ്പോൾ ഇതുപോലൊരു സന്ദർഭം കിട്ടിയെന്ന് വരത്തില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഈ നിൽക്കുന്നത് എൻ്റെ മകളാണ്. പേര് അലീന, വയസ്സ് 24. ഔപചാരികതയുള്ള ആദ്യത്തെ പരിചയപ്പെടുത്തലാണത്. അലീന തൻ്റെ മുമ്പിലുള്ള ആൾക്കൂട്ടത്തെ നോക്കി. എല്ലാവരുടെ നോട്ടം തൻ്റെ നേർക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരുതരം അധൈര്യവും ജാള്യതയും അവളെ ഗ്രസിച്ചു. അവൾ സ്റ്റാൻലിയുടെ നേർക്ക് നോക്കിയിട്ട് അല്പം കൂടി ചേർന്ന് നിന്നു. അപ്പോൾ വീണ്ടും സ്റ്റാൻലിയുടെ ചോദ്യം, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനെ ചോദിക്കാം. അതിനുമുമ്പ് പൊതുവായി ചില സംശയങ്ങൾക്ക് ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ മറുപടി അങ്ങ് പറയാം. ഈ എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന വിവരം നിങ്ങൾ ഓരോരുത്തരെയും പോലെ എനിക്കും ഇത്രയും കാലം അറിയില്ലായിരുന്നു. ഒരു ഓർഫണേജിലാണ് ഇത്രയും കാലം അവൾ ജീവിച്ചത്. 24 കൊല്ലം മുമ്പ് എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. പല കാരണം കൊണ്ട് അത് പരാജയപ്പെട്ടുപോയി. ആ ബന്ധത്തിൽ എനിക്ക് ജനിച്ച കുട്ടിയാണിവൾ. ഉടനെ തന്നെ എൽസമ്മയുടെ സഹോദരൻ സ്റ്റീഫൻ അമർസ്റ്റോട് ചോദിക്കുകയാണ്, ഈ കഥയൊന്നും ഇതിനു മുമ്പ് ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. പറയേണ്ട ആവശ്യം വന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ടാണ് എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇത് പറഞ്ഞില്ല? അവളെ ചതിക്കുകയായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊന്നും ഇനി അർത്ഥമില്ല. വെറുതെ സമയം കളയാമെന്നേ ഉള്ളൂ. ഞങ്ങളുടെ എൽസമ്മയ്ക്കാണ് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു സ്റ്റാൻലി? ഓർക്കാപ്പുറത്ത് അച്ചുകുഞ്ഞിൻ്റെ നാവിൽ വിളഞ്ഞതാണെങ്കിലും അതൊരു കനത്ത ചോദ്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സ്റ്റാൻലി മറുപടി പറയുവാൻ വിഷമിച്ചേ പറ്റൂ. അപ്പോൾ സ്റ്റാൻലി, ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എൽസമ്മയ്ക്കും ഉണ്ട്, എന്നെ കൊല്ലുന്നതൊഴികെ. ഉത്തരം അവരെ ചിന്താക്കുഴപ്പത്തിലാക്കി. സാധ്യതകൾ അനന്തമാണ്. ക്ഷമിക്കുന്നത് മുതൽ തമ്മിൽ ബന്ധം വേർപെടുത്തുന്നിടത്തോളം ആ സാധ്യതകൾ അങ്ങനെ കിടക്കുകയാണ്. സ്റ്റാൻലി അർത്ഥശങ്കയില്ലാതെ വണ്ണം പറയുകയാണ്, എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ സംശയമുള്ളവർ ഞങ്ങളുടെ ബ്ലഡ് സാമ്പിൾ എടുത്തുകൊണ്ട് തിരുവനന്തപുരം വരെ ഒന്ന് പോകണം. അവിടെ DNA ടെസ്റ്റ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് കേട്ടപ്പോൾ എൽസമ്മയുടെ അനിയത്തി ആൻമീരയുടെ ഭർത്താവ് മൈക്കിൾ രോഷാകുലനായി. അയാൾ പറയുകയാണ്, ഇത്രയും കാലം ഓർഫനേജിൽ ജീവിച്ചോളെ എന്തിനിങ്ങോട്ട് കെട്ടിയെടുത്തു? അങ്ങനെ അങ്ങ് വിട്ടാൽ പോരായിരുന്നു നിങ്ങൾക്ക്? മൈക്കിളെ, അപ്പനും അമ്മയും ആരെന്നറിയാതെ ഒരു അനാഥയെപ്പോലെ ജീവിച്ചോളാം എൻ്റെ മകൾ. അത് അവളുടെ തെറ്റല്ല, മറ്റാരുടെയൊക്കെ തെറ്റുകളാണ്. അതിൻ്റെ ശിക്ഷ അവളല്ല അനുഭവിക്കേണ്ടത്. അപ്പോൾ ഫാദർ ജെയിംസ് പുതൻപറ പറയുകയാണ്, ഈ കുട്ടിയെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ കോൺവെൻറ്റിലോ ഒക്കെ മാറ്റി താമസിപ്പിച്ചൂടെ? നമുക്കത് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. എൻ്റെ അച്ഛോ പറയുന്നുണ്ടൊന്നും തോന്നില്ലേ. ഞാൻ അതിനല്ല അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. എനിക്ക് എൻ്റെ മകളോടൊപ്പം താമസിക്കുന്നതാണ് ഇഷ്ടം. അവൾ കുറച്ചു കാലമെങ്കിലും സന്തോഷമായിട്ടും സുഖമായിട്ടും എൻ്റെ മുമ്പിൽ ജീവിക്കുന്നത് എനിക്ക് കാണണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവളെ എന്നിൽ നിന്നും അകറ്റാനുള്ള ഒരു ഫോർമുലയെക്കുറിച്ചും ആലോചിക്കുന്നില്ല. അതേപ്പറ്റി ആരും ചിന്തിക്കുകയും വേണ്ട. ഞാൻ അവളെ ഉപേക്ഷിക്കില്ല. അത് കേട്ടുകൊണ്ട് അലീന നിറകണ്ണുകളുടെ മുഖം ചെരിച്ച് സ്റ്റാൻലി ഒന്ന് നോക്കി. ഈ സമയത്ത് പപ്പ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കുകയോട് ചെയ്തിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചു. അപ്പോൾ സ്റ്റാൻലി അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, മോള് പൊക്കോ, ഇവർക്ക് ഒരു ചായ ഇട്ട് കൊടുക്കണം. സ്റ്റാൻലി അവളുടെ തോളത്ത് മൃദുവായി തട്ടി. അലീന തലയാട്ടിയപ്പോൾ ഒരു കണ്ണീർ കണം അടർന്ന് കവിളത്തൂടെ താഴേക്ക് ഒഴുകി വീണു. സേവിച്ചൻ പറയുകയാണ്, അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ. എനിക്ക് ഇവളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെയുണ്ട്. എന്തോന്ന് ചോദിക്കാനും പറയാനുണ്ടെന്ന്? എൻ്റെ മോളോട് ആരും ഒന്ന് ചോദിക്കുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട. മോശമായൊരു വാക്കോ ഒരു നോട്ടവും പോലും ഒരുപക്ഷെ ഞാൻ ക്ഷമിച്ചെന്ന് വരത്തില്ല. അലീന അത് കേട്ടപ്പോൾ ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി. സ്റ്റാൻലിക്ക് വേറെയും മക്കളുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ ഇത്രയും ശുഷ്കാന്തി സ്റ്റാൻലി കാണിച്ചാറുണ്ടോ? വികാരിച്ചൻ വല്ലാത്തൊരു നീരസത്തോടെയാണ് ആ ചോദ്യം ചോദിച്ചത്. സോറി ഫാദർ, സ്നേഹവും കരുതലും ഇവിടെ വെറുതെ വിളമ്പുന്നില്ല. ആവശ്യക്കാർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ പരുത്തിക്കാടൻ വീണ്ടും തർക്കിക്കാനുള്ള ഭാവത്തിലാണ്. അയാൾ ചോദിക്കുകയാണ്, 24 വർഷങ്ങൾ മുമ്പ് സംഭവിച്ച ഒരു അബദ്ധം സ്റ്റാൻലി എന്തിന് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ ചോദ്യം. സ്റ്റാൻലിയുടെ മകളെ അവൾ ഏത് കുപ്പക്കുഴിയിൽ വളർന്നാലും അവൾ സ്റ്റാൻലിയുടെ മകൾ തന്നെയാണ്. അവൾ അർഹിക്കുന്നിടത്ത് അവൾ എത്തണം. അങ്ങനെ ഇവിടെ എത്തി. ഇതൊക്കെ കുടുംബത്തിന് അഭിമാനമുള്ളതാണോ സ്റ്റാൻലി? മറ്റുള്ള മുമ്പിൽ പറയാൻ കൊള്ളാമോ ഇതൊക്കെ? സ്റ്റാൻലി ചെയ്ത തെറ്റിൻ്റെ ഫലം ആരൊക്കെ അനുഭവിക്കണം? ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, സംഭവിച്ചതൊന്നും ഇനി തിരുത്താൻ പറ്റത്തില്ല. പെട്ടെന്ന് ഇരിപ്പിടത്തു നിന്നും ചാടി എഴുന്നേറ്റ് അച്ഛനും ചോദിക്കുകയാണ്, സ്റ്റാൻലി അവളെ മാറ്റി പാർപ്പിക്കില്ല എന്നുള്ളത് തീർച്ചയാണോ?
ഉടൻ സ്റ്റാൻലി മറുപടി എത്തി, ആകാശം ഒഴിഞ്ഞ് വീഴുന്നിടം വരെ. എങ്കിൽ സ്റ്റാൻലി ഒരു കാര്യം ചെയ്യണം. ഉള്ള സ്വത്ത് 5 ഭാഗിച്ച് അതിൽ 4 ഭാഗം എൽസമ്മയുടെയും മക്കളുടെയും പേരിലൊക്കെ എഴുതി വെക്കണം. ആഹാ, അപ്പം ഒരു ഭാഗം ആർക്ക്? ആ ഒരു ഭാഗം സ്റ്റാൻലിക്ക്. അത് ശരി. അപ്പോൾ അലീനയ്ക്കോ? സ്റ്റാൻലിയുടെ വിഹിതം സ്റ്റാൻലിക്ക് ആർക്ക് വേണേലും കൊടുക്കാമല്ലോ. അല്ല, ഈ ഫോർമുല ആര് കണ്ടുപിടിച്ചതാണ്? അതല്ല സ്റ്റാൻലി, അതിൻ്റെ ഒരു ന്യായം. ഓ, അങ്ങനെയാണോ? ഞാൻ സമ്പാദിച്ച സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്തധികാരമുള്ളത്? എന്ത് അവകാശമുള്ളത്? അത് എൻ്റെ മക്കൾക്ക് കൊടുക്കണോ അതോ കടലിൽ കൊണ്ട് കലക്കി കളയണോ എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? അത് നിങ്ങളാണോ? ഉടനെ സ്റ്റീഫൻ പറയുകയാണ്, നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായ ഒരു സ്റ്റൈലുണ്ടല്ലോ സ്റ്റാൻലി. അതനുസരിച്ച് മക്കൾക്കാണ് അപ്പൻ്റെ സ്വത്ത്. ആരും കടലിലൊന്നും കൊണ്ട് കളയാറില്ല. ആ, കൊടുക്കേണ്ട സമയമാട്ടെ, അപ്പോൾ ഞാൻ തീരുമാനിക്കാം. ഈ സമയത്ത് ഈ സ്വത്തൊക്കെ ഉണ്ടാകുമെന്ന് എന്താ ഉറപ്പ്? കല്യാണത്തിന് മുമ്പും പിമ്പും നിങ്ങൾ ഇതുപോലെ എന്തെല്ലാം അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കാർക്കൊന്നും അറിയത്തില്ല. ഇനി ഓർഫനേജുകളിൽ നിന്നോ തെരുവിൽ നിന്നോ സ്റ്റാൻലിയുടെ മക്കൾ വന്നേക്കാം, അല്ലെങ്കിൽ പൂർവ്വ കാമുകയെന്നും പറഞ്ഞ് ഏതെങ്കിലും സ്ത്രീ വന്നേക്കാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുമല്ലെങ്കിൽ സ്റ്റാൻലിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കട്ടെ, ഈ സ്വത്തെല്ലാം ആ പെണ്ണിൻ്റെ പേരിലായിപ്പോയാൽ സ്റ്റാൻലിയുടെ മക്കൾ എന്ത് ചെയ്യും? തെരുവിലിറങ്ങേണ്ടി വരത്തില്ലേ? ധാർമ്മിക രോഷതയുള്ള കൂടിയുള്ള അച്ചക്കുൻ്റെ സംസാരത്തിന് മറുപടിയായി സ്റ്റാൻലി പറയാണ്, ആഹാ, എൻ്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കുന്നുണ്ട് അല്ലേ? കൊള്ളാം, നന്നായിരിക്കുന്നു. ഉടനെ പരുത്തിക്കാടൻ പറയുകയാണ്, സ്റ്റാൻലി അവർ പറയുന്നതിൽ കാര്യമില്ലേ? പരസ്പരമുള്ള വിശ്വാസമാണല്ലോ ദാമ്പത്യത്തിൻ്റെ അടിത്തറ. മിസ്റ്റർ സ്റ്റാൻലിക്ക് വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അതിലൊരു കുട്ടി ഉണ്ടായിരുന്നുവെന്നും സ്റ്റാൻലി എന്നെ സമ്മതിച്ചോടെ ആ അടിത്തറ തകർന്നു. ഇനി അതേക്കുറിച്ച് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സ്റ്റാൻലി ഉടനെ പൊട്ടിത്തിരിച്ചു. അപ്പോൾ വികാരച്ചൻ മുഖം ചൊളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിനിത് ചിരിക്കാനോട് ആരൊന്നും തമാശ പറഞ്ഞില്ലല്ലോ. ആഹാ, ഇത്രയും വലിയൊരു തമാശ ഞാൻ എൻ്റെ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞതിൽ വെച്ച് കണക്ക് കൂട്ടിയാൽ 24 വർഷം മുമ്പാണ് ഞാൻ അഴുത്തർ തകർത്തത്. അന്ന് ഞാൻ എൽസമ്മയെ കല്യാണം കഴിച്ചിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല. ആ തകർന്ന അടിത്തറയിൽ നിന്നാണ് ഞങ്ങൾ വിവാഹ ജീവിതം തുടങ്ങിയതും ഇത്രയിടം വരെ എത്തിയതും. എന്നിട്ട് ഇന്നലെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിരിക്കുകയല്ലാതെ പിന്നെ എന്ത് ചെയ്യണം ഫാദർ? ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം മാത്യു വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതല്ല സ്റ്റാൻലി പ്രശ്നം. സ്റ്റാൻലിയുടെ സ്വത്ത് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഉള്ളതായിരുന്നു. എങ്ങനെയാണ് അവരുടെ ഒരു ധാരണ. മറ്റേ പെണ്ണ് വന്നതോടുകൂടി എൽസമ്മയെ സംബന്ധിച്ച് ആ സുരക്ഷിത ബോധം നഷ്ടപ്പെട്ടു. എൽസമ്മ പോയി ബിൽ ഗേറ്റ്സിനെ കല്യാണം കഴിക്കട്ടെ. അയാൾക്കാണെങ്കിൽ ആയിരക്കണക്കിന് കോടി സ്വത്തിൻ്റെ വരുമാനമുണ്ട്. ഓരോ വർഷവും വമ്പിച്ച സുരക്ഷിത ബോധം കിട്ടും. പോകുന്നോ? വികാരിച്ചൻ വീണ്ടും ചോദിച്ചു, നിങ്ങളെന്താ സ്റ്റാൻലി ഞങ്ങളെ കളിയാക്കുവാണോ? അതെ, സംശയം എന്താ? കളിയാക്കുക തന്നെയാണ്. ഭർത്താവിൻ്റെ വരുമാനവും സ്വത്തുമാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വ ബോധം നൽകുന്ന സംഗതികൾ എന്ന് വിശ്വസിച്ച ഒരു ഭാര്യയോടൊപ്പം കഴിയേണ്ടി വന്നതാണ് ഫാദർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. സ്റ്റാൻലി അങ്ങനെ പറയരുത്. എൽസമ്മയുടെയും മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മാത്രമാണതുള്ളത്. പക്ഷെ നിങ്ങളുടെ ഓരോരോ പ്രവൃത്തികൾ അവരെ ഭയപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതെൻ്റെ കുറ്റമല്ല ഫാദർ. എൻ്റെ റബ്ബർ തോട്ടത്തിലാണ് തന്നെ കണ്ണ് നട്ടിരിക്കുന്നത്. അവിടെ നിന്ന് കണ്ണെടുക്കാതെ അവർക്ക് ഒരു സമാധാനവും കിട്ടത്തില്ല. ഞാൻ മരിച്ചു പോയെങ്കിലോ എന്നുള്ളതല്ല അവരുടെ ചിന്താവിഷയം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് തങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കുമോ എന്നുള്ളതാണ്. സ്റ്റാൻലിയുടെ കടമ സ്റ്റാൻലി ചെയ്തിരുന്നെങ്കിൽ. സോറി ഫാദർ, എനിക്ക് താല്പര്യമില്ല. കൂടെ സംസാരിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന 2 കാര്യങ്ങൾ നടക്കത്തില്ല. എൻ്റെ മകളെ ഇവിടുന്ന് ഞാൻ പറഞ്ഞയക്കത്തില്ല. 2, സ്വത്ത് തൽക്കാലം പങ്കുവെക്കുകയുമില്ല. സ്റ്റാൻലി, നിങ്ങളുടെയും ഭാര്യയുടെയും മക്കളുടെയും പരാതികൾ ന്യായമാണ്. മതി, കൂടുതൽ സംസാരിക്കേണ്ട. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നിർവഹിക്കുന്നത്. ചോദിക്കുന്ന പണം, സൗകര്യം, ഇഷ്ടമുള്ള വിദ്യാഭ്യാസം ഒന്നിനൊരു കുറവും ഇതുവരെ വരുത്തിയിട്ടില്ല. വേറെ ഒന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം നമുക്കിവിടെ വെച്ച് നിർത്താം. അപ്പോഴേക്കും വീണ്ടും അച്ചക്കും ചാടിയങ്ങ് എഴുന്നേറ്റു. അങ്ങനെ തന്നിഷ്ടത്തിന് തന്നെത്താനങ്ങ് തീരുമാനിച്ചാൽ പോരല്ലോ. ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. അപ്പോൾ സ്റ്റാൻലി, ആഹാ, ആരാ നിങ്ങളുടെ നേതാവ്? ആ നേതാവിനോടാണ് ഞാൻ പറയുന്നത്. ഈ മീറ്റിംഗ് ഒന്ന് പിരിച്ചുവിട്ടേക്കണം. സ്റ്റാൻലി ജോസഫ് പുത്തൻതറയും പരുത്തിക്കാടിനെയും നോക്കി. എന്നിട്ട് വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ സ്റ്റാൻലി, രണ്ടിലും നിറഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ എഴുന്നേറ്റ് സ്റ്റാൻലിയുടെ ജോസഫിനെ തടഞ്ഞു. പെട്ടെന്നൊരു മുരൾച്ച കേട്ടുകൊണ്ട് എല്ലാവരും മേശച്ചൂടിലേക്ക് നോക്കി. ശാന്തമായി കിടന്ന നായ്ക്കൾ 2 എഴുന്നേറ്റ് കാതുകൂർപ്പിച്ച് നിൽക്കുകയാണ്. അതിലൊരെണ്ണം സ്റ്റീഫനെ തന്നെ നോട്ടമിട്ടിരിക്കുന്നു. ഒരു പശുക്കിടാവിനോളം വലിപ്പമുള്ള ഒരു നായ. അത് നടന്ന് സ്റ്റാൻലിയുടെ അരികിലെത്തി. എന്നാൽ സ്റ്റീഫൻ്റെ നേർക്ക് ചെവിവട്ടം പിടിച്ചു നിന്നു. സംഗതി പരുവക്കേടാണെന്ന് രാഷ്ട്രീയ നേതാക്കളും പഞ്ചായത്ത് പ്രസിഡന്റും
പള്ളിയിൽ അച്ഛനും ഒക്കെ മനസ്സിലായി. പെട്ടെന്നൊരു ഭയം അവരെ ഗ്രസിക്കുവാൻ തുടങ്ങി.